പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM-ൽ നേതാവാകണമെങ്കിൽ CPM-ലെ സീനിയോറിറ്റിയും CPM-ലെ കാര്യക്ഷമതയും ഒന്നുമല്ല എന്നും മറിച്ച് CPM-ൽ നേതാവാകണമെങ്കിൽ അയാൾ മുൻ കോൺഗ്രസ്സുകാരനായിരിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. CPM അധികാരത്തിലിരിക്കുമ്പോൾ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഇപ്പോൾ CPM-ന്റെ പുതിയ നേതൃത്വം പരിഗണിക്കുന്നത് അയാൾ മുൻ കോൺഗ്രസ്സുകാരനായിരിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണം എന്താ? പി സരിൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അയാൾ കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ CPM-നെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇന്ന ആൾ RSSലേക്ക് പോയി, പക്ഷേ പിണറായി വിജയൻ CPM-ൽ തന്നെ തുടരും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ RSS ആണെങ്കിൽ CPM-ൽ തന്നെ തുടരും എന്ന് പറഞ്ഞ് അതിരൂക്ഷമായി പിണറായി വിജയനെ ഇന്നലെ വരെ എതിർത്തുകൊണ്ട് നിന്നിരുന്ന പി സരിൻ തൊട്ടു പിറ്റേ ദിവസം CPM-ലേക്ക് ഉളുപ്പില്ലാതെ മാറിയത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. തലേ ദിവസം വരെ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയായിരുന്നു പി സരിൻ. ആ സരിൻ ഒരു രാത്രി കൊണ്ട് ഇരുട്ട് വെളുക്കെ CPM-ലേക്ക് മാറുന്ന ഉളുപ്പില്ലായ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ? എന്നാണ്ട് വിജ്ഞാന മിഷൻ എന്നോ കണ്ടു പറഞ്ഞിട്ട് CPM ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ഉപദേശകൻ എന്നുള്ള നിലയിൽ 80,000 രൂപ ശമ്പളത്തിൽ ഈ പി സരിനെ അതിൻ്റെ ഉപദേശകനായി നിയമിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഇന്നലെ വരെ കോൺഗ്രസ്, ഇന്ന് CPM-ൽ വന്ന് ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ 80,000 രൂപ ശമ്പളത്തിന് ഈ കാറും സൗകര്യങ്ങളൊക്കെ വരെ കാണുമായിരിക്കും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്നിട്ട് ഈ ഉളുപ്പില്ലാത്തവൻ വന്നിട്ട് പറയുകയാണ് എന്നെ അഭിമുഖവും ഇതൊക്കെ നടത്തിയാണ്, എന്നെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയാണ് ഇത്. നാണം പറഞ്ഞിട്ട് കാര്യമില്ല. നാണമില്ലാത്തവൻ ആസനത്തിൽ ആല് എന്ന് പറയുന്നത് പോലെ പറയുന്നതിൽ നമ്മളത് കേൾക്കാൻ പോകണം. എന്നാൽ അയാൾ പറഞ്ഞു, അയാളുള്ള ഉളുപ്പില്ലായ്മ തെളിയിച്ചു. 80,000 രൂപ ശമ്പളത്തിൽ പി സരിൻ. നമ്മളത് ആലോചിച്ച് നോക്കണം. CPM-ന് വേണ്ടി പതിറ്റാണ്ടുകളായി ചോര നീരാക്കി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ളതാണ് കേരളത്തിൽ. പി സരിന് കൊടുത്ത ഈ സ്ഥാനത്തിന് യോഗ്യരായിട്ടുള്ള 10,000 കേരളത്തിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും PhD ഒക്കെ എടുത്ത് ഈ CPM-ന് വേണ്ടി രാജ്യരാമാനം പ്രവർത്തിക്കുന്ന എത്രയോ പേർ CPM-ലുണ്ട്. അവരുള്ളപ്പോഴാണ് ഈ പി സരിനെ 80,000 രൂപ ശമ്പളം കൊടുത്ത് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന ചില പേരുകളുണ്ട്. അതിലൊന്ന് OK വാസു. OK വാസു എന്ന് പറഞ്ഞാൽ RSSൻ്റെ കണ്ണൂർ ജില്ലയിലെ സമുന്നതനായിട്ടുള്ള നേതാവ്. പി ജയരാജനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച RSS സംഘത്തിലെ പ്രധാനി OK വാസു. അയാൾ ആരാന്നറിയാവോ? അയാൾ മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാണ്. അയാളെ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി നിയമം വരെ ഭേദഗതി ചെയ്തു CPM. പി ജയരാജൻ എന്ന് പറഞ്ഞ CPM-ന്റെ സമുന്നത നേതാവിനെ കൊല്ലാൻ വന്ന സംഘത്തിൽ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. RSSകാരൻ, മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്. MR മുരളി, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്. ആരായിരുന്നു MR മുരളി? TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന സമയത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് CPM-നകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഉളുപ്പില്ലാതെ CPM-ലേക്ക് തിരിച്ചു കയറി ചെന്ന MR മുരളി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്. 2021 തെരഞ്ഞെടുപ്പിൽ മറ്റാണെന്ന് നെടുമങ്ങാട് നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് നിന്ന് കണ്ടുള്ള KP അനിൽകുമാർ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ ഒഡേപെക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പിന്നെ PV അൻവർ, അയാൾ ഇപ്പോൾ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ അയാളും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നതാണ്. അപ്പോൾ ഇത്രയും പേര്. പിന്നെ ഒരു ഷാഹിദ കമാൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ വനിതാ കമ്മീഷനിലോ മറ്റോ അംഗം, അവരും കോൺഗ്രസിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇന്നത്തെ CPM-നകത്ത് സ്ഥാനം ലഭിക്കണമെങ്കിൽ CPM-നകത്ത് കിടന്ന് പതിറ്റാണ്ടുകൾ കയ്യിലുകുത്തി നേതാവാകുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ CPM-ന് വേണ്ടി വെട്ടുംകുത്ത് കേൾക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ CPM-ന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച് CPM-ന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരികയല്ല വേണ്ടത്. മറിച്ച് കോൺഗ്രസ്സുകാരായിട്ട് കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നാൽ അവർക്കാണ് സ്ഥാനം എന്നതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, സരിനെ പോലെ ആ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള എത്രയോ ബുദ്ധിശാലികളായിട്ടുള്ള ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. പ്രശാന്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അയാൾ നെടുമങ്ങാട്. അയാൾ ഇപ്പുറത്ത് വന്നു. അയാൾ തിരുവിതാംകൂർ ദേവസ്വം. പി ജയരാജൻ എന്ന് പറഞ്ഞ CPM നേതാവിനെ കൊല്ലാനുള്ള സംഘത്തിൽ അംഗമായിരുന്ന OK വാസു ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ്. TP യോഗത്തിൽ പിണറായി വിജയന് നേരിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ MR മുരളി ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഗതികെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ CPM ഏതാണ്ട് ബംഗാൾ CPM-ന്റെ വഴിയെ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളായിട്ട് വേണം നമ്മളിതിനെ കണക്കാക്കാൻ. ഈ സരിൻ്റെ നിയമനവും കൂടി വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്നത്തെ CPM-ൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ വരെ കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ സി പി എമ്മിന് വേണ്ടി പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കുകയോ സി പി എമ്മിന് വേണ്ടി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് നേതാവാകുകയോ ചെയ്യുകയോ അല്ല വേണ്ടത് എന്നാണ്. നിങ്ങൾ ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ സി പി എമ്മിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വലിയ സ്ഥാനവും വലിയ ശമ്പളവും കിട്ടും എന്നാണ് സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുന്നത്.